വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊന്ന് വെറുതെ പുറത്തേക്കൊക്കെ ഒന്ന് കറങ്ങാൻ പോവാം. കാരണം അവനൊന്ന് ലീവാണ്, എന്നുവെച്ചാൽ ഉച്ച വരെ ലീവാണ്, ഉച്ചയ്ക്ക് ശേഷം പണിയുള്ളൂ. അപ്പോൾ കിട്ടിയ അവസരം പാഴാക്കണ്ടല്ലേ, നമുക്ക് എല്ലാവർക്കും കൂടെ പോവാം. വായോ. നിന്നെ കാണാം. അപ്പോൾ നമുക്ക് തെണ്ട ഇറങ്ങാം. എൻ്റെ കൂളിംഗ് ഗ്ലാസ് ഉണ്ട്, എൻ്റെ പുതിയ കൂളിംഗ് ഗ്ലാസ്. ഇതെൻ്റെ പുത്തൻ റൈബൻ ഗ്ലാസ്. തൊട്ടാ ചവിട്ടി പൊട്ടിക്ക് ഞാൻ. ലുക്കാവ് കണ്ടോ, ലുക്ക് ഉണ്ട് നീ. ഇത് ഒറിജിനൽ അയ്യടാ, ഞാനിതില് ഫിൽറ്റർ ഒന്നും ഇടയില്ല. ചുണ്ട് ഇതിന്റെ ചോന്നിട്ട് എന്നാ, എന്റെ ചുണ്ട് നാച്ചുറലാ. നോക്ക് ചുണ്ട് ഓക്കെയാണോ? ഇപ്പോഴാണ് കുഴപ്പമില്ലാത്ത, നേരത്തെ കുഴപ്പമുണ്ടായിരുന്നു. അപ്പൊ നേരത്തെ ഏതായിരുന്നു എടുത്തത് നമ്മള്? എന്റെ നാച്ചുറൽ ചുണ്ടാണേ. 5 ലിപ്സ്റ്റിക് ഒന്നും ഇട്ടില്ല. നീ എന്നെ വല്ലാതെ ഇതെന്താ ഇങ്ങനെ നോക്കുന്നത്? കൊച്ചിനെ വരെ നോക്കുന്നത്. നാളെ അവന്റെ സ്വന്തം ടൈലർ ഷോപ്പ്. അവിടെ നിന്ന് നാളെന്ന് പറയും, ഇവൻ നീളേന്ന് പറയും. എന്താ ചെയ്യാ ലവി, നീ എന്തിനാ ഇത്ര നീളം വെച്ചത്? കുഴപ്പമില്ല, തോളി പിടിക്കാം. നീന്തണം. നമുക്ക് ഗ്ലാസ് കൊള്ളാല്ലേ. നമ്മള് വണ്ടീൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. വണ്ടിയിലാണോ പോന്നേ? ഏതാ നമ്മള് സാരഥി? ഓ, ഇവിടെ ഞാനല്ല, ഞാൻ ഇവിടെയാണ്. ആസ് യൂഷ്വൽ എപ്പോൾ പഠിച്ചു മറന്നു. നീണ്ട കുറെ കാലത്തിന് ശേഷമാണെന്നൊന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ വെറുപ്പിക്കും എന്റെ സബ്സ്ക്രൈബേഴ്സ്. പാട്ട് വെക്കല്ല. ഇവന് ഏതാണ് ഫസ്റ്റ് വണ്ടി എടുക്കുമ്പോ ഭക്തിഗാനൊക്കെ വെച്ചിട്ട് എടുക്കാം, അങ്ങനെ ഒരു സാധനം. എന്താ പറയണ്ട അതിനെ പറ്റി? ഭക്തിഗാനാണ് ഈ പാട്ട്. അല്ല, ഞാൻ ജിലേബിന് മുന്നേ തുറന്നുണ്ടാവുമല്ലോ ജിലേബി. വാട്ട് എവർ ഇറ്റ് ഈസ്. എനിക്ക് കോപ്പിറൈറ്റ് വരടോ. വെയിറ്റ്. കാരണം ഇപ്പം ഫുള്ള് തിരക്കായിരുന്നു. ഇപ്പം വരലുമില്ല. വൈകുന്നേരം രാവിലെ പോയാൽ പിന്നെ ഉച്ചയ്ക്ക് വരും, ഉച്ചയ്ക്ക് പോയാൽ പിന്നെ രാത്രി വരും, അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇപ്പോഴാണ് ഒന്ന് കിട്ടുന്നത്. നമ്മളിപ്പോൾ എങ്ങോട്ടാ പോകുന്നത്? നീ എന്തൊരു വികാരമില്ലാത്ത വർത്താനം പറയുന്നേ. ഇതെടുത്ത് പൊക്കി വെക്കട്ടെ, കാണാൻ കാണുന്നില്ല. അപ്പൊ ലുലുവിലേക്കാണ് പോകുന്നത്. വേറെ ഒന്നുമില്ല, വെറുതെ ഇങ്ങനെ ലുലു കണ്ട് തെണ്ടി തിരി നടക്കാം. അതാണ് നമ്മളെ മെയിൻ ഉദ്ദേശം. അപ്പൊ നിങ്ങൾ പോയി വെറുതെ നമുക്ക് ലുലു ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം. കുഞ്ഞു ലുലു? ആ ഓക്കെ, കുഞ്ഞു ലുലു പോയിട്ട് വരാം. ലേക്കുള്ള ബ്ലോക്കാണിത് കണ്ടോ, ആ നീണ്ട നേര ലുലുവിലേക്കുള്ള ബ്ലോക്കാണ്. ഇങ്ങോട്ടേക്ക് മാത്രമേ വരുന്നുള്ളൂ, അത് അങ്ങോട്ടേക്ക് പോയാൽ അതാണ് ലുലു. അതുകൊണ്ട് നമ്മൾ ലുലു എന്ന ചെറിയ ലുലുവിലേക്ക് പോകാന്ന് വിചാരിക്കുന്നു. ഇവിടേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടോ. സോ പെടാൻ ആഗ്രഹിക്കുന്നില്ല. ലബി നേരെ വിടാൻ പറ്റില്ല. അതാ നേരെ മുമ്പിൽ വണ്ടി ഉണ്ട്. ഇപ്പൊ ഇയാൾ ഇങ്ങോട്ട് വളയ്ക്കാൻ നിൽക്കാം. എന്താവോ എന്തോ, ടോട്ടൽ കൺഫ്യൂഷൻ. ഇത്ര രാവിലെ തന്നെ എന്നാലും ആരെ ഈ ലുലുവിലേക്ക് ഇങ്ങനെ ക്യൂ ആയിട്ട് നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. പിന്നെ വീക്കെൻഡ് ആണ്, ഒബ്വിയസ്ലി തിരക്കുണ്ടാവും അല്ലേ? താങ്കളുടെ അഭിപ്രായം എന്താ? പറ. ഓ, നല്ല അഭിപ്രായം. അപ്പോൾ നമുക്ക് വഴി ക്ലീൻ ആയിട്ട് ഇട്ടിട്ടുണ്ട്. നേരെ വിടാം. അങ്ങനെ നമ്മൾ ഇവിടെ പാർക്ക് ചെയ്തു. അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റില്ല, ലുലു ഇപ്പോൾ മുമ്പിലാണ്. നമ്മൾ ഇവിടേക്ക് പാർക്ക് ചെയ്തു. അവിടെ ഭയങ്കര ബ്ലോക്കാണ്, അതുകൊണ്ട് പാർക്ക് ചെയ്തിരുന്ന് നടക്കാം അല്ലയോ? യെസ്, ഗോ. കാപ്പിപ്പൊടി നമ്മൾ ഡെയിലി കുടിക്കുന്നൊരു ബ്ലാക്ക് കോഫിക്ക് വേണ്ട സാധനം. ഇതൊക്കെ തിന്നാൻ തോന്നുന്നുണ്ട്, പക്ഷെ അൺഹെൽത്തിയാണ്, കൊണ്ടെടുക്കാൻ തോന്നുന്നില്ല. എന്ത് ചെയ്യും, നല്ല സാധനങ്ങൾ അതൊക്കെ തിന്നാൻ നല്ലതാണ്, വയറിനൊട്ടും നല്ലതല്ല. നമ്മളെ പൊട്ടറ്റോ ചിപ്സ്. എന്ത് ചെയ്യും. ഇത്തരത്തിലുള്ള ടെംപ്റ്റേഷൻസ് എനിക്ക് ഉണ്ടാവാറുണ്ട് ഇതാ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണുമ്പോൾ. പക്ഷേ കൂടെ ഉള്ളവൻ എന്തായാലും തിന്നൂല. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് അൺഹെൽത്തി സാധനങ്ങൾ ഞാൻ ഒറ്റയ്ക്ക് തിന്നണോ? വേണ്ടല്ലോ. പക്ഷെ എൻ്റെ കണ്ണിങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ഞാൻ പണ്ടെല്ലാം തിന്നോണ്ടിരുന്ന സാധനങ്ങളാണ്, ബട്ട് ടോട്ടലി അൺഹെൽത്തി. വാങ്ങണ്ടാവില്ല.
ലേഡീസ് സ്പ്രേ കളക്ഷൻസ്. തിണ്ടി നടക്കുന്നു. എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാം അല്ലേ? നമ്മൾ പോയി വന്നിട്ട് ഇവിടുത്തെ തിരക്കൊന്നും കഴിഞ്ഞിട്ടില്ല. ചേട്ടായി സാധനം കൊണ്ട് പോവാണ്. അപ്പം നമ്മൾ ലുലുവിലെ ഷോപ്പിംഗ് കഴിഞ്ഞു. പക്ഷെ ഇവിടെ ബ്ലോക്ക്. അയ്യോ, അങ്ങനെ ലുലു തിരിഞ്ഞ് ഞങ്ങൾ തിരിച്ചെത്തി. ഇനി നേരെ റൂമിൽ പോട്ടെ. ഇനി അങ്ങോട്ട് പോകുന്നില്ല. ഭയങ്കര വയ്യ വെയിലത്ത് കറങ്ങി നടക്കാൻ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി ചിലപ്പോൾ ഈവനിങ് ആയിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ പുറത്തിറങ്ങാം, ഒന്ന് ജിമ്മിലൊക്കെ പോകണം, അത്രയൊക്കെ തന്നെ. അതുവരെ എന്തെങ്കിലും സിനിമയെല്ലാം കണ്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ബൈ.